ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂണിവേഴ്സ്. ഇന്ന് കടുക്ക എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ കടുക്ക എന്നാണ് പറയുന്നത്. നിങ്ങളിതിനെ കടുക്ക എന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരാണോ പറയുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ നാട്ടിലും എന്തൊക്കെ പേരാണെന്നുള്ളതൊന്നും അറിയാമല്ലോ. നിങ്ങളുടെ നാടും അവിടെ എന്താ പേരെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് നല്ല നാടൻ കടുക്കയാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പുല്ലൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ഷെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിയുന്ന അത്രയും അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരുപാട് തവണ ഇതൊന്ന് ഒരച്ച് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് കത്തി വെച്ചൊന്ന് കുത്തി കഴിഞ്ഞാൽ അതിലേക്ക് ആണ്ടുപോകും. എന്നിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ വലിച്ചാണ് നമ്മളതിൻ്റെ കടുക്ക ഒന്ന് മുറിച്ച് രണ്ട് ഭാഗമാക്കി വെക്കുന്നത്. അതിൻ്റെ നടുക്ക് ഉള്ളിലായിട്ട് പറ്റി പിടിച്ച് കിടക്കുന്ന ആ പുല്ല് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ നമ്മൾ കടുക്ക അതിൻ്റെ ഉള്ളിൽ നിന്നും വിട്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് കടുക്കയുടെ ഷെല്ല് തന്നെ എടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം. അതുകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അത് വളരെ എളുപ്പമായിട്ട് പോരും. ആ രണ്ട് സൈഡിലുള്ള ഷെല്ലിലും ഓരോ വൈറ്റ് കളർ കണ്ടല്ലോ, അവിടെ മാത്രമാണ് കടുക്ക ഒട്ടി നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതും ഒന്ന് നന്നായിട്ട് അമർത്തി ഇങ്ങോട്ട് വലിച്ചാൽ അതും കൂടെ പോരും. നേരത്തെ കാണിക്കാൻ വിട്ടുപോയൊരു കാര്യം ഇതാണ്. അതിൻ്റെ കടുക്കയുടെ ആ താഴെ ഭാഗത്ത് നടുവിലായിട്ട് ഇതേപോലെ ഒരു ഞരമ്പ് പോലെ എന്തോ ഒരു സാധനം ഉണ്ട്, അതൊന്ന് കളയണം കേട്ടോ. കടുക്ക തിന്നിട്ട് വയറുവേദനയാവുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഒരു സാധനം വയറ്റിലെത്തുമ്പോഴാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വയറുവേദനയാവുന്നത്. അപ്പോൾ അതെന്തായാലും കളയുക. പിന്നെ നമ്മളിങ്ങനെ കടുക്ക കീറിയെടുക്കുന്നതുകൊണ്ട് കടുക്ക നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ. പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ കടുക്ക ഒന്ന് ചുരുങ്ങി പോകുന്ന പോലെയാണുള്ളത്. അതുപോലെ തന്നെ ഇതാണ് ടേസ്റ്റിലും നല്ലത്. പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ മുറിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന കടുക്ക മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം നമുക്ക് വൃത്തിയായിട്ട് കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പലഹാരം അല്ലെങ്കിൽ വേറെ എന്ത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കടുക്കയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് കഴുകിയാൽ മതി. ഒരു പാത്രത്തിൽ നിന്ന് കഴുകിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് കടുക്കനെ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ അതിലുള്ള പൊടികളും അഴുക്കുമൊക്കെ താഴെ പാത്രത്തിൻ്റെ അടിയിൽ വരുള്ളൂ. എന്നിട്ട് ഇതുപോലെ കഴുകി ഒരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ കടുക്ക നന്നായിട്ട് വൃത്തിയായി കിട്ടും. പിന്നെ ഈ കളറ് എത്ര കഴുകിയാലും അതിൻ്റെ കളറ് അങ്ങനെ ഇളകി വരുന്നോണ്ടിരിക്കും കേട്ടോ. ആ കളറ് കണ്ട് വിഷമിക്കൊന്നും വേണ്ട. 2-3 തവണ കഴുകിയിട്ട് നിർത്തിക്കോളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഉണ്ടാക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയുക. ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം മറക്കണ്ട, കടുക്ക നിറച്ചതാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തോട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ചളിയോ അഴുക്കൊക്കെ കടുക്ക നിറച്ചതിൽ ഒട്ടിപ്പിടിച്ച് കിടക്കും. എന്തായാലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.